പ്രിയ ദൈവപൈതലേ, നമ്മൾ വാഗ്ദത്തത്തിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളെ ആരും മനസ്സിലാക്കിയില്ലെന്നിരിക്കാം. പക്ഷേ വാഗ്ദത്തത്തിൻ്റെ അവസാന മോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാവരും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണ്. കാരണം നീ ആ പ്രകാശത്തിലേക്ക് പ്രാകാരത്തിൽ ജീവിച്ചു, വിശുദ്ധ സ്ഥലത്ത് വന്നു, അതിവിശുദ്ധ സ്ഥലത്ത് നടക്കാൻ പോവുകയാണിത്. അതുകൊണ്ടാണ് പലതും നമുക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ്. എന്നാൽ എന്തെങ്കിലും വിഷമ ഹൃദയത്തിലേക്ക് വരുമ്പോൾ കുറേ സമയം ഒറ്റയ്ക്കിരുന്ന്, അത് എവിടെയാണോ നിനക്ക് ആ ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയത് അവിടെ ഇരുന്ന് കർത്താവിനോട് ചേർന്നിരിക്കുക. കുറേ സമയം ഇരിക്കുക, ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതുവരെയും ഇരിക്കുക. അവനെ കാത്തിരിക്കണം. അവൻ നിന്നോടൊപ്പം സംസാരിക്കും. അവൻ്റെ പ്രേമം നിന്നോടാണ്. ലോകത്തിൽ സൃഷ്ടിച്ച ദൈവം നിന്നോട് വ്യക്തിപരമായി ഇടപെടുന്നെങ്കിൽ അതിൽ കൂടുതലായി എന്താണുള്ളത്? സൂര്യനെയും ചന്ദ്രനെയും ഒന്ന് നോക്കിയാട്ടെ. അതത് സ്ഥലങ്ങളിൽ അതിനെ നിർത്തിയിരിക്കുന്നവൻ എത്ര നാളുകളായാലും അത് കറക്റ്റ് സമയത്ത് അത് ഉദിച്ചുകൊണ്ടേയിരിക്കും. ലോകത്തിന് മുഴുവനുള്ള ജനത്തിനും എപ്രകാരം ഒരു വെളിച്ചം കൊടുക്കണമെന്ന് അവനുള്ള വിസ്റ്റമൊന്ന് നോക്കിക്കുക. ഒരു സ്ഥലത്ത് നിർത്തിയാൽ എല്ലാ മനുഷ്യർക്കും പകലും രാത്രിയും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ലോകത്തെ സൃഷ്ടിച്ചുവെങ്കിൽ, എല്ലാ മനുഷ്യർക്കും ജീവശ്വാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുവെങ്കിൽ, എല്ലാ മനുഷ്യരും വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരമരുളുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവൻ ആരാകുന്നു? അവൻ സമാധാനപ്രിയൻ, അവൻ രക്ഷകൻ, അവൻ നാഥൻ, അവൻ നമ്മുടെ ആത്മമണവാളൻ. ഹല്ലേലൂയ, പിതാവിനോട് നമ്മെ ചേർക്കുവാൻ നമുക്ക് വേണ്ടി വന്നവൻ. ഹല്ലേലൂയ, അവൻ ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ, നെവർ ഗീവ് അപ്പ്. അല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒറ്റയ്ക്ക് ദൈവത്തെ സ്തുതിച്ചാട്ടെ, മഹത്വപ്പെടുത്തിയാട്ടെ. ശത്രു പല വഴിയിലൂടെയും വരും ഭയപ്പെടുത്തുവാനായി. അതൊന്നും കണ്ടുകൊണ്ട് സ്റ്റില്ലായി നിൽക്കാതെ ഒട്ടക്കളത്തിൽ ഓടുക, ജയാളിയാകുക. കാരണം നിൻ്റെ വീരനാം ദൈവം, നീ രാജകീയ സിംഹത്തിൻ്റെ ഗോത്രത്തിൽ പിറന്നവനാണ്. അതുകൊണ്ട് നീ ജയാളിയാണ്. നീ ജയമെടുക്കണം. ശത്രുവിനെ തോൽപ്പിക്കാനാണ് കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തെ. നീ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, നീ ആരാകുന്നു നിനക്ക് വെളിപ്പെടും. സ്തോത്രം. നെവർ ഗിവ് അപ്പ്, കീപ് ഗോയിങ്. പിശാചി തളർത്തുവാൻ വരും. നിങ്ങൾ എഴുന്നേൽക്കണം, ചാടി എഴുന്നേൽക്കണം, കുറേ സമയം ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പകരുവിൻ. താങ്ക് യു ജീസസ്. നിങ്ങളുടെ പേഴ്സണൽ പ്രയറുകൾ ഉയരട്ടെ. കൂട്ടത്തിലുള്ള പ്രാർത്ഥനയല്ല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവം നിൻ്റെ ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥനയാണ്. എല്ലാ കുഞ്ഞുങ്ങളും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളും വലിയവരും പ്രായമായവരും എല്ലാം ദൈവസന്നിധിയിൽ കുറേ സമയം ഇരുന്നാട്ടെ, ഒറ്റയ്ക്ക് ഇരുന്നാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, ആ ദൈവസാന്നിധ്യം അനുഭവിച്ചാട്ടെ, നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തിൽ ഞാനവനെ ഉയർത്തും. ഹല്ലേലൂയ. നിൻ്റെ മുഖപ്രകാശ രക്ഷയായ ദൈവം നിന്റെ വാഗ്ദത്ത വചനങ്ങളെ വിളിച്ചു പറഞ്ഞാട്ടെ, സന്തോഷിച്ചാട്ടെ. നിന്നെ കൊണ്ട് ദൈവത്തിന് അനേക കാര്യങ്ങൾ, അനേകരിലേക്ക് ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട്. അത് നിന്നെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ടാണ്. സോ എല്ലാ വഴികളിലും ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവം സംസാരിക്കാൻ താമസിക്കുന്നുവെങ്കിൽ ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് ഹീ വിൽ കം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം നീ അനുഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പേഴ്സണൽ പ്രയറുകളെ തുടങ്ങിയാട്ടെ. നെവർ ഗീവ് അപ്പ്.